ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമ്മൾ ഗ്ലോബൽ വില്ലേജിലൊക്കെ പോകുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വാക്കിംഗ് ടൂർ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം മറക്കരുത്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലൊരു കമൻറ്റ് കൊടുക്കണം. പിന്നെയോ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണൊന്നും കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഒരു കാര്യം മറക്കണ്ട, കാറൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് സ്പോട്ട് നോക്കി വെക്കുക. അവിടെ കുറേ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. നമ്മളെ കാറിൻ്റെ നിർത്തിയിട്ടിട്ട് തന്നെ ആ നമ്പറൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാർക്കിംഗ് സെക്ഷനിൽ നമ്പറുണ്ട്, ആ നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ നമ്മൾ ഗതിയിടും. ഇതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് എവിടെയെന്ന് അറിയണം. ഇങ്ങനെ പോവുക, എവിടെയൊക്കെ പോകുന്നു നമ്മളും പിന്നാലെ പോകുന്നുണ്ട്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഒരു ക്യൂ തന്നിട്ടുണ്ട്. എന്താ ക്യൂ തന്നിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു അത് എന്തിനുള്ള ക്യൂ നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞേക്കാം അപ്പുറത്ത് കൂടെ പോയി നോക്കാം, ആൾക്കാരുടെ അപ്പുറത്ത് കൂടെ പോകണം, ഇവിടെ എന്തോ സംഭവമാണ് പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ അവിടുത്തെ റിക്ഷൻ്റെ ക്യാഷാണ് അവർ ഫസ്റ്റിൽ മേടിച്ചത്. അപ്പോൾ അങ്ങോട്ട് ഒരു സെക്യൂരിറ്റി അവിടെ നിന്ന് ആട്ടി വിട്ട് ഇങ്ങോട്ട് കിട്ടും. നമ്മൾ ഈ ഓരോ റോയിലേക്ക് കൊടുന്നിട്ടു. അപ്പം എടുത്തതിന് ശേഷമാണ് 20 രൂപ ആ ഒരു ഓട്ടോറിക്ഷൻ്റെ ക്യാഷാണെന്ന് മനസ്സിലായത്. കാരണം നമ്മൾ അങ്ങോട്ടേക്ക് ഒരു പാസ് ചെയ്ത് സമ്മതിക്കണില്ല. അങ്ങനെ റിക്ഷ 10 മിനിറ്റ് ഓടിക്കാൻ കേട്ടോ വണ്ടി. അവിടെ എത്തിയിട്ടും പിന്നെ നമ്മളൊരു ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഇറക്കി വിടും. പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് മെയിൻ എൻട്രൻസിലൂടെ നമ്മളൊക്കെ കടന്ന്, സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, വീഡിയോ ഒക്കെ എടുത്തതിന് മുന്നേ എൻജോയ് ചെയ്യാൻ പോവല്ലേ. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടു. അപ്പോൾ ഞാൻ ക്യാമറയ്ക്ക് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 പവലിയനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നും കണ്ടൊന്നുമില്ല. ഞാൻ സാധനമൊക്കെ മേടിച്ചു, അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഗെയിമും കാര്യങ്ങൾക്കൊന്നും ആ വഴിക്കൊന്നും പോയിട്ടില്ല കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. നമുക്ക് സമയം തികയില്ല എത്ര പോയി കഴിഞ്ഞാലും. നമുക്ക് ആദ്യം എന്താണ്, നമ്മൾ എവിടെ പോയാലും ഒരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ, ഷോപ്പിംഗ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ല. നമ്മൾ മേടിച്ചില്ലെങ്കിലും ഇങ്ങനെ നോക്കി അതങ്ങനെ എന്താ പറയുക, A to Z നോക്കി കാര്യങ്ങളൊക്കെ നോക്കി വിലയിരുത്തുമ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കി എത്തി നടന്ന് ചടച്ചു പോന്നു. അത്രയും നടക്കാനുണ്ടാവും. പിന്നെ തിരിച്ചു വരുമ്പോൾ കുറേ കറങ്ങും. പിന്നെ കറക്റ്റ് 12 മണിക്കിനൊരു ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പോഴേക്കും ആൾക്കാരൊക്കെ തിരിച്ചു പോയിട്ടുണ്ടായിരിക്കും. പിന്നെ മെയിനായിട്ട് ആൾക്കാർ വരുന്നത് എന്നും പോകുന്നതൊക്കെ കുറേ പല രാജ്യങ്ങളിലെയും ഡിഷസ്, ഭക്ഷണങ്ങൾ, ഫുഡ് അതൊക്കെ കഴിക്കാൻ തന്നെയായിരിക്കും. നമ്മളും കുറച്ചൊക്കെ ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അങ്ങനെ എന്തായാലും ഇപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ അറിയാം. ഒരു കാര്യം വിട്ടു, നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബാഗ് ചെക്കിങ്, നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെയാണോ അതൊക്കെ അവിടെ ചെക്ക് ചെയ്യും. അപ്പോൾ ആ സ്കാനറിലൂടെ അത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പം വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ കിടക്കുക, ഇതെവിടേക്ക് പോണോ അവരെ? ഇന്ത്യനെ കാണാനില്ല. ഞാൻ അവിടുന്ന് എൻട്രൻസ് എന്നോട് കണ്ടിരുന്നു, ഓപ്പോസിറ്റ് ആയിട്ട്. ആ അവിടുന്ന് അവിടെ എത്തണല്ലേ. ഇവിടുന്ന് ഫോട്ടോ എടുക്കാം നമുക്ക്. എന്തെടുക്കാ ടാറ്റ. ടാറ്റു ചെയ്യാനാ?
സ്ട്രോയില് സ്ട്രോയില്ല. شوشو الشيل انبرد زونه امشوشو الشيل فاكن يديرونه امشوشو الشيل انبرد امشوشو الشيل فاكن يديرونه امشوشو الشيل انبرد زونه امشوشو الشيل فاكن അങ്ങനത്തെ ഒന്ന് നമുക്ക് വേണ്ട നമ്മളെ വീട്ടിക്ക്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയത് ചൈനയിൽ നിങ്ങൾ കിടന്നാ ലോഡ് ഓഫ് ഏഷ്യ തന്നെ കോപ്പറിൻ്റെ أنا وايد جاهزة. I told I have to
കണ്ടോ ഇത് ബാക്കിൽ വെക്കും കേട്ടോ. ഹായ് മാം. Two for 20? 15. 1-5. Yeah, no, 2 for 20? Huh? 2 for 20? Yeah? Yellow. ഇത് കണ്ടോ അവിടുത്തെ പണ്ട് കണ്ടില്ല നമ്മൾ വിഷറിയായിട്ട്. ശരിയാണോ ശരിയാണോ? ആ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ ഇറങ്ങിയിട്ടുണ്ട് മാങ്ങൻ്റെ അതായിട്ട്. ഇത് പൊങ്ങാണോന്ന് എനിക്കറിയില്ല. തേങ്ങ ചൊരഞ്ഞെടുത്തേക്കാണ് പുറത്തത്തെ ചകിരിയൊക്കെ. ഇതാ അങ്ങോട്ട് നോക്കി അവിടുത്തെ മാങ്ങ. അവിടെ മൊത്തം ഇളനീരിൻ്റെതായിരിക്കും അവിടെ. അതാ കൊക്കനട്ട് വാട്ടർ, ഇളനീര് വാട്ടർ. ഇതാ നിൽക്കാം. ആ അത് എന്തോ ഉണ്ടായിപ്പോ അവിടെ. ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ചൈന കയറിട്ട് എവിടെ അവിടെ ഫ്രണ്ട് ഉള്ളിൽ കൂടെ പോകുന്നു, ആഫ്രിക്കൻ്റെ ഉള്ളിൽ കൂടെ കയറി, വിയറ്റ്നാമിൽ കയറി, മലേഷ്യ കയറി. അവിടെ ഞാൻ വിചാരിച്ചു എന്തിപ്പോ ഉണ്ടായിരുന്നു അറിയണ്ടേ. അമേരിക്ക, ലോർഡ് ഓഫ് ഏഷ്യ, ജപ്പാന് കയറണ്ടല്ലേ. അവിടെ നിന്നാണ് ടെർക്കിഷ് ഐസ്ക്രീമിൻ്റെ അവിടെ നിന്ന് ഇവിടെ കുനാഫ കണ്ടിരുന്നു. ഇപ്പോൾ ടെർക്കിഷ് കുനാഫ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിക്കാനെ വിളിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അവർ പറഞ്ഞ സമയം. ഇതാ മേടിച്ച് വരുന്നു. ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. പീസിന് 25 ദിർഹംസ്. അല്ലേ ഇവിടെ അതിനുള്ളിൽ ഇതൊന്നുമില്ല, ക്രീമി ഒന്നുമില്ല. Oh, that's good. ണ്ടല്ലോ മേലെ എത്തിക്കഴിഞ്ഞാണ്ടല്ലോ ഒറ്റ താഴേക്ക്. എന്തൊക്കെ ഞാൻ അവിടെ ഉണ്ട്. ആ 10 റുപ്യ ഉള്ളൂ. Is that real Japanese cake, right? That's right. Smaller dish. Let's go for a small.
കഴിച്ചോ? ഇവിടെ ഇപ്പോൾ ശാന്തമായിട്ട് ആൾക്കാരൊക്കെ പോകുക കേട്ടോ. ആൾക്കാർക്ക് തിരക്കൊക്കെ കുറഞ്ഞു. വണ്ടി റെന്റ് എടുക്കുന്നുണ്ട്. ഈ നടക്കാൻ വയ്യാതെ ഇങ്ങനെ നടക്കല്ലോ. ഇങ്ങനെ വണ്ടി ഓടിച്ചു പോണ്. യൂറോ ഓ ഇതുണ്ടോ അടിപൊളി പാത്രങ്ങൾ. ഇതാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിലുള്ളത്. ഐലാഷസ് ഇവിടെ ഒന്നുമില്ല. ഒപ്പാക്കാം. ഇതൊക്കെ അവരുടെ പ്രൊഡക്റ്റാണ് കേട്ടോ. Sir, package 250 instead of 500, 250. Spray for all types of body paste, inhaler for sinus, for nose, and then roll on. എനിക്കുണ്ട് ഒരു ആയി പിടിക്കാൻ തന്നിട്ട് കേട്ടോ. എത്രയാണ്? Sir, if empty, don't throw. Refill your own bottle because refillable. Refill your own bottle. 250. 250. ഓ 250 is too much na? 100. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ ആയി പിടിച്ചുകൊണ്ടിരിക്കുന്ന നല്ല സാധനം. 200. 200. നല്ല സാധനം എന്ന് പറഞ്ഞാൽ എവിടേക്കേ എത്തി നിൽക്കല്ലത്. തലച്ചോറിൻ്റെ അകത്ത് വരെ എത്തുന്നുണ്ട് കേട്ടോ. ഈ ഒരു എവിടേക്ക് സാധനം ആയി പിടിക്കാൻ എന്താണ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആകെ എവിടേക്കേ എത്തിപ്പോയി. ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ഇംഗ്ലണ്ടിൽ പോയി തന്നെയായിരുന്നു കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞതാ. എനിക്കിവിടെ ഒന്നും കാണാൻ കിട്ടിയില്ല. ഇതൊക്കെ അവരുടെ പ്രൊഡക്റ്റ് തോന്നുന്നുണ്ട്. യെസ്, അതുകൊണ്ടാണ് അവരുടെ ചെയ്യുന്നതൊക്കെ. എനിക്കിഷ്ടപ്പെട്ടു. പെർഫ്യൂംസ്, അരോമ റോസ്, കുറച്ച് ഡ്രസ്സുകളുണ്ട്. കാണാം അല്ലേ? എന്തൊക്കെ? കസാഖിസ്ഥാൻ, പിന്നെ റഷ്യ. അത് സാധനങ്ങളൊക്കെ ഓർമ്മ വരിക. അതൊക്കെ ഇവിടെ എന്തൊക്കെ കബാബുകളൊക്കെ. അവിടെ ഇറാഖത്ത് ജോർദാൻ, ഇറാഖ്. നോക്കി ഞാൻ വരുന്നേ. ഇതെന്താ അപ്പുറത്ത് നോക്കട്ടെ. ഫ്ലോട്ടിങ്. ഫ്ലോട്ടിങ് ആട്ടോ അത്. ഫ്ലോട്ടിങ് പോയിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. ഇത്
ശാന്തമായി ഒഴുകുന്നു നമ്മുടെ ദുബായ് ഫെസ്റ്റിവൽ. എല്ലാവരും ഇറങ്ങാൻ പോവുകയാണ്. ഞാനകത്ത് കൂടെ ഒന്ന് പോയിട്ട് ഇത് എടുക്കാൻ പോകണം നോക്കട്ടെ കേട്ടോ. 10 മിനിറ്റ്. നേരം കൂടെ പോകുന്നത് ഇവിടെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങോട്ട് പോകുന്നു. ഇനി തിരിച്ചു പോട്ടോ. ഇത് കൂടെ തന്നെ വന്നു അല്ലേ? നമ്മളിപ്പോൾ കൂടെ വന്ന് യെസ്. ഇതെന്താണ്? ഹലീമ തായ് മസാജ്. ഫോട്ടോ എടുക്കാനേ, ഫോട്ടോ താനേ അടക്കി. നമ്മൾ എവിടേക്ക് പോവാനാ എക്സിറ്റ്? അതാണ് എക്സിറ്റ്. നമ്മളിതിൽ കൂടെ വന്നില്ലല്ലോ. നമ്മൾ വേറെ വഴിക്ക് കൂടെ വന്ന്. അത് ടിക്കറ്റ് അപ്പുറത്തല്ലേ? ടിക്കറ്റ് അപ്പുറത്തല്ലേ ഇരുന്നാ? അതുകൊണ്ടായിരിക്കും. അത് എക്സിറ്റ് ആട്ടോ. നമ്മൾ ടിക്കറ്റിന് കഴിഞ്ഞാൽ അവിടെ കയറിയത് ഇവിടെ അല്ല, അതുപോലെ അപ്പുറത്തൊരു സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞില്ല അങ്ങോട്ട് പോകുന്നത് അതായിരുന്നു അതിൻ്റെ യഥാർത്ഥ സ്ഥലം. കേൾക്കണ്ട പറഞ്ഞാൽ. നടന്ന് ഞാൻ വരാം. ഇറക്കി വരാം. ഞാൻ വരാം. മക്കളെ പോതാ ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. അവിടെ ഫെൻസ് ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം പെട്ടു. അത് ഞാനത് കഥ പറയണ്ട. അതിപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. എല്ലാം കാലി, പാർക്കിംഗ് എല്ലാം കാലി, ആളുകളെല്ലാം കാലി. എൻ്റെ കെട്ടിയെടുത്ത പോണ്. അപ്പോൾ എന്നാൽ ശരി. ആണ്ടോ കാലിയായ കുളപ്പുഴ വില്ലേജ്. ഇനി നാളെ 4 മണിയാകുമ്പോഴേക്ക് ഇവിടെ ഫുള്ളായിക്കോളും ഈ വണ്ടി. ഓക്കെ എന്നാൽ. അപ്പോൾ ടാറ്റ, ഗുഡ് നൈറ്റ്.